പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈശോയുടെ പരിസ്ഥിതി ജീവിത കാലത്ത് ഒരു പിന്നെ സിനഗോഗിൽ വെച്ച് ഈശോ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുമ്പോൾ അവിടുത്തെ റബ്ബിക്ക് ഈശോയുടെ മരണത്തെക്കുറിച്ചും ഈശോ ചിന്തിയ രക്തത്താൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചും ഈശോയുടെ മരണത്തിന് മുമ്പ് തന്നെ ഒരു ദർശനം ലഭിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം നമ്മൾ വായിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. എന്നാൽ നമ്മൾ ഇന്ന് തുടരുകയാണ്. നമുക്ക് അത് പ്രാർത്ഥനയോടെ വായിച്ച് ശ്രദ്ധയോടെ കേൾക്കാം. പ്രഭാതമായിട്ടും സിനഗോഗ് പ്രാർത്ഥനയാൽ പ്രതിധ്വനിച്ചു. രാത്രിയിലുടനീളം അകത്തുള്ളവരുടെ ഭക്തി തീക്ഷ്ണതയ്ക്ക് ഒരു കുറവും ഉണ്ടായതില്ല. അവരുടെ വാക്കുകളിലും പ്രാർത്ഥനയിലൂടെ അവർ ദൈവത്തിന് നിവേദിച്ച സ്നേഹത്തിലും പൂർണ്ണമായും ഒഴുകി ഞാൻ അവിടെ ഇരുന്നു. ഒരു റബ്ബിയാണ് അവരെല്ലാം പ്രാർത്ഥനയിൽ നയിച്ചത്. എന്നാൽ അദ്ദേഹം പൊടുന്നിനെ ജപം നിർത്തിയിട്ട് ആവേശത്തോടെ വായുവിൽ കൈകൾ ഉയർത്തി വീശിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ദർശനമുണ്ടായി. പ്രാർത്ഥനയുടെ അവസാനം റബ്ബി ഇങ്ങനെ പറഞ്ഞു, ഒരു ധവളശീലയിൽ ഞാനൊരു ആട്ടിൻകുട്ടിയെ കണ്ടു. ബലിയായി തീർന്നൊരു കുഞ്ഞാടിൻ്റെ രക്തം ആ തൂവെള്ള ശീലയിൽ വന്നു വീണു. നിങ്ങളുടെ പാപത്തിന് വില കുഞ്ഞാട് നൽകും എന്നൊരു വചനം അപ്പോഴെൻ്റെ കാതിൽ പതിഞ്ഞു. പിന്നെ ജീവിക്കുന്നവനായി തിരിച്ചു വരുന്നൊരാ കുഞ്ഞാടിനെ കോടാനുകോടി ജനങ്ങൾ വലയം ചെയ്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. മാലാഖമാരെല്ലാവരും അവനെ കുമ്പിട്ടാരാധിച്ചു. അവൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു നാദം ഞാൻ കേട്ടു. കുഞ്ഞാടിനെ വണങ്ങുന്നവരുടെ ചുറ്റുവട്ടത്തിന് അഗ്രഭാഗത്തിലായി ദുഷ്ടാരൂപികൾ നിലകൊണ്ടിരുന്നു. അവർ കുഞ്ഞാടിനെ ആരാധിക്കുന്നവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തം അവരെ വലയം ചെയ്തിരുന്നതിനാൽ അവർക്കത് സാധിച്ചില്ല. ആ രുധിരം ദുഷ്ടന് ഭയകാരണമാണ്. വീണ്ടും ഒരു സ്വരം കേൾക്കുവാനായി അതിങ്ങനെ പറഞ്ഞു, കുഞ്ഞാട് എൻ്റെ പുത്രനാണ്, നിങ്ങൾക്കായി ബലിയാകേണ്ടതിന് ഞാൻ അയച്ച എൻ്റെ സുതൻ. അവനിലൂടെ നിങ്ങൾ ദൈവകാരുണ്യം കാണുമാറാകും. അങ്ങനെ ആ ദർശനം അവസാനിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പട്ടണത്തിനൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. നമ്മളെ ഇവിടെ അവിടുന്ന് കാത്തുകൊള്ളും. യഹോവ കാണിച്ചു തന്നിരിക്കുന്നത് ഇതാണ്. ദൈവത്തിന് മഹത്വം, ആരോ വിളിച്ചു പറഞ്ഞു. മറ്റാരോ അത് ഏറ്റുപറഞ്ഞു. പിന്നെ മറ്റൊരാളും. അങ്ങനെ എല്ലാവരും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഞാൻ പത്രോസിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് പോകാം. ഇനി ഇവിടെ നമ്മുടെ ആവശ്യമില്ല. സിനഗോഗിലുള്ളവരോട് യാത്ര പറഞ്ഞതിന് ശേഷം അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസ് കറിയാത്ത എൻ്റെ അരികെ വന്നിട്ട് പറഞ്ഞു, താമസിയാതെ ഭക്ഷണം കഴിക്കാനായി നമ്മൾ എവിടെയെങ്കിലും നിർത്തുന്നുണ്ടോ? പിതാവിൻ്റെ അലിവാർന്ന സ്നേഹത്തിന് നന്ദി സൂചകമായി ഞാൻ ഇന്ന് ഉപവസിക്കുകയാണ്. ഞാൻ മറുപടി പറഞ്ഞു. യൂദാസ് ദുഃഖിതനായി. അവൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ കണ്ടു. അയ്യോ, ഇതിനർത്ഥം ഇന്നേ ദിവസം ഭക്ഷണമില്ലെന്നാണ്. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ സ്നേഹിത, നിനക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. എൻ്റെ സ്വർഗസ്വനായ പിതാവിന് നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കാഴ്ചയായി ഞാനിന്ന് കഴിക്കുന്നില്ല. ശരി കർത്താവേ, പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം ലഭിച്ചവനെ പോലെ അവൻ പറഞ്ഞു. അപ്പോഴാണ് എന്നോട് ചേർന്ന് നടന്നിരുന്ന അന്ത്രയോസ് പറഞ്ഞത്, ഞാനും ഉപവസിക്കുകയാണ്. എന്നിട്ട് അവൻ എൻ്റെ എല്ലാ അനുയായികളോടും വിളിച്ചു ചോദിച്ചു, കർത്താവ് ഇന്ന് ഉപവസിക്കുകയാണ്, ഞാനും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉവ്വ, ഞങ്ങളുമുണ്ട് എന്ന അതിമാത്രമായ ഒരു മറുപടിയാണ് യൂദാസ് ഒഴികെ മറ്റെല്ലാവരിൽ നിന്നും ഉയർന്നത്. അവൻ വീണ്ടും വ്യസനത്തിലായി. എന്തെന്നാൽ മറ്റാരും കഴിക്കാതിരിക്കുമ്പോൾ താൻ മാത്രമേ കഴിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവനറിയാം. അന്ത്രയോസ് പതിഞ്ഞ സ്വരത്തിൽ എന്നോട് ചോദിച്ചു, കർത്താവെ, റോമാക്കാർ തിരികെ വന്ന് ആ പട്ടണം നശിപ്പിക്കും അല്ലേ? അന്ത്രയോസെ, എൻ്റെ സ്നേഹിത, ആ മനുഷ്യർ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. അവർ അത് അറിയുന്നുണ്ട്. അതുകൊണ്ട് ആകുലപ്പെടുന്നുമില്ല. നീയും അതുപോലെയാകണം. ഞാൻ സൗഹാർദ്ദത്തോടെ പറഞ്ഞു. കർത്താവെ, അവർക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട്. അതുപോലത്തെ വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. അവൻ ചിന്താമഗ്നനായി. നിനക്കുണ്ട് സ്നേഹിത, നിനക്കുണ്ട്. നിറയെ സ്നേഹമുള്ള ഒരു ദൃഢഹൃദയം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ റബ്ബിക്കുണ്ടായ ദർശനം വളരെ വിചിത്രമായിരുന്നു. ഒരു ആട്ടിൻകുട്ടിക്ക് എങ്ങനെയാണ് അവരെ സംരക്ഷിക്കാനാകുന്നത്? അന്ത്രയോസ് ചോദിച്ചു. കുഞ്ഞാട് മനുഷ്യപുത്രനാണ്. മാനവകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം അവൻ ഒരു ബലിയായി നൽകപ്പെടും. അവൻ്റെ ഈ സ്നേഹയാഗമാണ് ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു. കുഞ്ഞാടിനെ ആരാധിക്കുന്നവരെ ഉപദ്രവിക്കുവാൻ ദുരാത്മാക്കൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണോ? അന്ത്രയോസ് വീണ്ടും ചോദിച്ചു. അതെ അന്ത്രയോസ്, അത് സ്നേഹത്തിനു വേണ്ടി നൽകിയ സ്നേഹത്തിൻ്റെ ബലിയായതുകൊണ്ട് പിശാചിന് ഒരിക്കലും ജയിക്കാനാവില്ല. ഞാൻ വ്യാഖ്യാനിച്ചു. ശരിക്കങ്ങ് മനസ്സിലായില്ലെങ്കിലും അങ്ങ് അർത്ഥമാക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. ദുഷ്ടാരൂപിക്ക് ദൈവസ്നേഹത്തെ മറികടക്കാനാവുന്നില്ല. കുഞ്ഞാട് കൊല്ലപ്പെട്ടപ്പോൾ അത് സ്നേഹത്തിൻ്റെ വിജയമായി തീർന്നു. കാരണം സ്നേഹത്തിൽ സൗജന്യമായി നൽകിയതാണ് ആ ബലി. ഇതല്ലേ അതിനർത്ഥം? അവൻ ചോദിച്ചു. ശരിയാണ് അന്ത്രയോസ്. തിന്മയ്ക്ക് ഒരിക്കലും ദൈവസ്നേഹത്തെ പരാജയപ്പെടുത്താനാവില്ല. മാത്രമല്ല,
തൻ്റെ സ്നേഹത്തെ ഒരു ബലിയായി നൽകുമ്പോൾ ദൈവം എത്ര അധികമായിട്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് കാണിച്ചു തരികയാണ്. മനുഷ്യരക്ഷയ്ക്കായി എത്രയധികം നൽകുവാൻ ദൈവം തയ്യാറാണെന്നും ഇത് വെളിപ്പെടുത്തുന്നു. എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹാധിക്യത്തിൻ്റെ നിറവിൽ ഞാൻ പ്രത്യുത്തരമേകി. ഒരു കുഞ്ഞാടിനെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞങ്ങളോടൊപ്പം ചേർന്ന തോമസ് പറഞ്ഞു. അതിനൊരു സിംഹം തന്നെ വേണ്ടിവരും. കുഞ്ഞാട് അവൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ ശക്തിയാൽ സിംഹമായി തീരും, ഞാൻ തോമസിനോട് പറഞ്ഞു. റോമക്കാരുടെ തിന്മയ്ക്കെതിരെ കരുത്തോടെ നിൽക്കുവാൻ ഒരു സിംഹത്തിൻ്റെ ആവശ്യമില്ലേ? അവൻ സംശയ നിവാരണാർത്ഥം ചോദിച്ചു. ഇതിനൊക്കെ സ്നേഹത്തിൻ്റെ ശക്തി മാത്രമാണ് ആവശ്യം, ഞാൻ പറഞ്ഞു. റോമക്കാരുടെ ശക്തമായ സൈന്യവിഭാഗത്തെ സ്നേഹം എങ്ങനെ കീഴടക്കും? നിശ്ചയം പോരാതെ തോമസ് ചോദിച്ചു. സ്നേഹം, ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം സാധ്യമാകും. എത്രയധികം യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ആര് ജയിച്ചാലും പിന്നെയും യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. കാരണം യുദ്ധത്തിലൂടെയും ഉണ്ടാകുന്നത് വെറുപ്പും കോപവും അക്രമവും പാപവും മാത്രമാണ്. യുദ്ധത്തിലൂടെ ഇവയെല്ലാം വളരുവാൻ അനുവദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു യുദ്ധം കഴിയുമ്പോൾ ഇവയൊന്നും നശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉപരിതലത്തിലേക്ക് പൊന്തി വന്ന് രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനുള്ള അടുത്ത ഊഴത്തിനായി അവ കാത്തിരിക്കുകയാണ്. സ്നേഹത്തിൽ യുദ്ധങ്ങൾ അവസാനിക്കുന്നു, വഴക്കുകൾ ഇല്ലാതെയാകുന്നു. എന്തെന്നാൽ സ്നേഹത്തിൽ എല്ലാവരും പരസ്പരം ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൽ വളരുന്നത് സ്നേഹം മാത്രമാണ്. അതിനാൽ സ്നേഹത്തിൽ തിന്മയുടെ അല്ലെങ്കിൽ പിശാചിൻ്റെ അന്ത്യം കാണുവാനാകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് സ്നേഹത്തിൽ വരുന്നത്, സ്നേഹത്തിൽ നൽകുന്നത്, സ്നേഹത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. കാരണം അപ്രകാരം ചെയ്യുമ്പോൾ സ്നേഹം വളരുകയും ദുഷ്ടാരൂപി പരാജയപ്പെടുകയും ചെയ്യും. തോമസും അന്ത്രയോസും ഒന്നും മിണ്ടാതിരുന്നു. അപ്പോൾ യൂദാസ് പറഞ്ഞു, ഇപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു കുഞ്ഞാടിനെ തിന്നാനാകും. ഞാൻ വേദനയോടെ അവനെ കടാക്ഷിച്ചു. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ കൊലയിലുള്ള അവൻ്റെ പങ്ക് ഞാൻ കണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇന്ന് വായിച്ചതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ധ്യാനിക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ആ റബ്ബി പറഞ്ഞ കുഞ്ഞാട് ഈശോ തന്നെയാണ്. ഈശോയുടെ തിരുരക്തം നമ്മളെ ഏതൊരു വിധത്തിൽ സംരക്ഷിക്കുമെന്നും സുരക്ഷിതപ്പെടുത്തുമെന്നും പിശാചിൻ്റെ കണ്ണിൽ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷിക്കുമെന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഈ വായനയോടെ ലഭിച്ചത്. എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, അങ്ങേ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ, കോട്ട കെട്ടിയ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തം നമ്മളെ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനും സംരക്ഷണത്തിനും കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.